ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു അവർ ക്ലാസ്. അപ്പോൾ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് ചാപ്റ്റർ 3 ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റിനെ കുറിച്ചായിരുന്നു അല്ലേ. കുട്ടികളുടെ ഗ്രോത്തിനെയും ഡെവലപ്മെൻറ്റിനെയും കുറിച്ചിട്ടുള്ള ചാപ്റ്റർ ആയിരുന്നു, അല്ലെങ്കിൽ പോയിൻറ്റ്സ് ആയിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ അതിൻ്റെ കണ്ടിന്യൂവേഷൻ നോക്കാം. അപ്പോൾ നമ്മൾ ഗ്രോത്തിൻ്റെയും ഡെവലപ്മെൻറ്റിൻ്റെയും ഡെഫിനിഷൻസൊക്കെ പഠിച്ചു, അതുപോലെ ഡിഫറൻസസ് പഠിച്ചു, പ്രിൻസിപ്പിൾസ് ഓഫ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ്സും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു അല്ലേ. അപ്പോൾ ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മൈൽ സ്റ്റോൺസ് ഓഫ് ഡെവലപ്മെൻ്റ് ആണ്. ഡെവലപ്മെൻറ്റ്സിന് കുറച്ച് മൈൽ സ്റ്റോൺസ് ഉണ്ട്, അതല്ലെങ്കിൽ മെയിൻ ഘട്ടങ്ങളായിട്ട് പോകുന്നുണ്ട്. സോ അതൊക്കെ എന്തൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, ഫസ്റ്റ് വൺ ഇസ് പീരീഡ് ഓഫ് ഓവം. പീരീഡ് ഓഫ് ഓവം എന്ന് പറയുന്നത് കൺസെപ്ഷൻ ടു ദ എൻഡ് ഓഫ് ദ സെക്കൻഡ് വീക്കാണ്. ഒരു കുട്ടീനെ കൺസീവ് ചെയ്തത് മുതൽ സെക്കൻഡ് വീക്ക്, അത് എൻഡ് ഓഫ് ദ സെക്കൻഡ് വീക്ക് വരെയാണ് ഈ പീരീഡ് ഓഫ് ഓവം എന്നുള്ളൊരു പീരീഡ് ഉള്ളത്. ദിസ് സ്റ്റേജ് കവേഴ്സ് ദ ഇനീഷ്യൽ ഫെർട്ടിലൈസേഷൻ ആൻഡ് ഏർലി സെൽ ഡിവിഷൻ വെൻ ദ ബ്ലാസ്റ്റോസിസ്റ്റ് ഇംപ്ലാന്റ്സ് ഇൻ ദ യൂട്രസ്. ഇതെന്താണ് ഇതിലൂടെ പറയുന്നതെന്ന് വെച്ചാൽ, ഈ ഒരു സ്റ്റേജ് ആണ് ഫെർട്ടിലൈസേഷൻ്റെ ഇനീഷ്യൽ സ്റ്റേജ്. ഈ സമയത്ത് ഏർലി സെൽ ഡിവിഷൻസൊക്കെ നടക്കുന്നുണ്ട്. അതുപോലെ ആ സെൽ ഡിവിഷൻസിനെ നമ്മൾ ബ്ലാസ്റ്റോസിസ്റ്റ് എന്നാണ് പറയുന്നത്. ഓക്കെ, ദാറ്റ് ഇംപ്ലാന്റ്സ് ഇൻ ദ യൂട്രസിനകത്തേക്ക് ഈ ഒരു ഓവം അല്ലെങ്കിൽ ഈ ഒരു ബേബിയുടെ ഫസ്റ്റ് സ്റ്റേജ് എത്തുന്നതിനെ നമ്മൾ അത് സേഫായിട്ട് എത്തിയിട്ട് അതിനെ ഒരു കവറിങ്, ഒരു ഔട്ടർ കവറിങ് ഉണ്ടാവും. സോ ദാറ്റ് ഇസ് ബ്ലാസ്റ്റോസിസ്റ്റ്. ഓക്കെ, ഡ്യൂറിങ് ദിസ് ഫേസ് മേജർ ഓർഗൻസ് ആൻഡ് ദ ബോഡി സ്ട്രക്ചേഴ്സ് ബിഗിൻ ടു ഡെവലപ്പ്. ഈ ഒരു സമയത്ത് മേജറായിട്ടുള്ള ഓർഗൻസും ബോഡി സ്ട്രക്ചേഴ്സൊക്കെ ഡെവലപ്പായിട്ട് വരുന്നുണ്ട്. ഓക്കെ, അടുത്തതായിട്ട് ദ സെക്കൻഡ് പീരീഡ് ഓഫ് എംബ്രിയോ, എൻഡ് ഓഫ് ദ സെക്കൻഡ് വീക്ക് ടു 8 വീക്ക്. ഇപ്പോൾ നമ്മൾ ഓവം എന്നുള്ളത് സെക്കൻഡ് വീക്കിൻ്റെ എൻഡ് വരെയാണെന്ന് പറഞ്ഞു. അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് 8 വീക്സ് വരെയാണ് പീരീഡ് ഓഫ് എംബ്രിയോ എന്നുള്ളൊരു സ്റ്റേജ് വരുന്നത്. ഇത് മോളിൽ പറഞ്ഞ പോലെ തന്നെ ഡ്യൂറിങ് ദിസ് ഫേസ് ദ മേജർ ഓർഗൻസ് ആൻഡ് ബോഡി സ്ട്രക്ചേഴ്സ് കണ്ടിന്യൂ ടു ഡെവലപ്പ്. നമ്മൾ പറഞ്ഞത് പീരീഡ് ഓഫ് ഓവം എന്നുള്ള സ്റ്റേജിലാണ് ഓർഗൻസൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലേ, ഡെവലപ്പ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുപോലെ പീരീഡ് ഓഫ് എംബ്രിയോയിൽ സെക്കൻഡ് വീക്ക് ടു 8 വീക്സ് വരെയുള്ള ഈ ഒരു ടൈമിൽ എന്താണ് ഈ ബോഡി ഓർഗൻസ് അല്ലെങ്കിൽ എല്ലാ ഓർഗൻസിൻ്റെയും സ്ട്രക്ചേഴ്സ് അവിടുന്ന് തുടങ്ങിയത് ഇവിടെ ഗ്രോ ചെയ്യാൻ തുടങ്ങി, കണ്ടിന്യൂ ടു ഡെവലപ്പ്. ഓക്കെ, അപ്പോൾ പീരീഡ് ഓഫ് ഓവത്തിലാണ് എല്ലാ സ്ട്രക്ചേഴ്സും അല്ലെങ്കിൽ ഓർഗൻസൊക്കെ എന്താവുന്നത്, സ്ട്രക്ചേഴ്സും ഡെവലപ്മെൻറ്റും ആവുന്നത്. സോ അത് കണ്ടിന്യൂ ചെയ്യുന്ന ഒരു പീരീഡാണ് പീരീഡ് ഓഫ് എംബ്രിയോ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തതായിട്ട് തേർഡ് പോയിൻ്റ് എന്താണ്, പീരീഡ് ഓഫ് ഫീറ്റസ് എന്ന് പറഞ്ഞ ആ ഒരു സ്റ്റേജ് 8 വീക്സ് മുതൽ അൺടിൽ ബർത്ത് വരെയാണ് പീരീഡ് ഓഫ് ഫീറ്റസ് എന്നുള്ള ആ ഒരു സ്റ്റേജിൽ, ആ ഒരു ഫേസിൽ കുട്ടി ഉണ്ടായിരിക്കുന്നത്. ദ ഫീറ്റസ് ഗ്രോസ് ആൻഡ് മെച്യൂർസ് പ്രിപ്പയറിങ് ഫോർ ലൈഫ് ഔട്ട്സൈഡ് ദ വൂമ്പ്. അപ്പോൾ ഈ ഒരു സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഫീറ്റസ് ഗ്രോ ചെയ്യുന്നത്, അമ്മയുടെ ഗർഭപാത്രത്തിൽ ഗ്രോ ചെയ്യുന്നതും മെച്യൂർഡ് ആവുന്നതും ഈ ഒരു സ്റ്റേജിലാണ്. ദെൻ പ്രിപ്പയറിങ് ഫോർ ലൈഫ് ഔട്ട്സൈഡ് ദ വൂമ്പ്, ഗർഭപാത്രത്തിൻ്റെ പുറത്തേക്ക് വരാൻ വേണ്ടി അല്ലെങ്കിൽ ബർത്തിന് വേണ്ടി തയ്യാറെടുക്കുന്ന ഒരു സ്റ്റേജാണ് എന്ത്, പീരീഡ് ഓഫ് ഫീറ്റസ് എന്ന് പറഞ്ഞത്. ഓക്കെ, അതിലാണ് ജനനം നടക്കുന്നത്. അപ്പോൾ പീരീഡ് ഓഫ് ഫീറ്റസ് എന്നുള്ള ആ ഒരു ഫേസിൽ അല്ലെങ്കിൽ ആ ഒരു സ്റ്റേജിലൂടെ കുട്ടി മെച്യൂർഡായിട്ട് പുറത്തേക്ക് വരികയാണ് അല്ലേ, ഔട്ട്സൈഡ് ദ വൂമ്പ്, ഗർഭപാത്രത്തിന് പുറത്തേക്ക് വന്നു അല്ലെങ്കിൽ ആ കുട്ടിയുടെ ബർത്ത് നടന്നു. ദെൻ അത് കഴിഞ്ഞിട്ട് കുട്ടി എങ്ങനെയാണ് ഡെവലപ്മെൻറ്റ്സ് നടക്കുന്നത്, ഒരു കുട്ടിക്ക് എങ്ങനെയാണ് ഡെവലപ്മെൻറ്റ്സ് നടക്കുന്നതെന്നാണ് അടുത്ത പോയിന്റിൽ പറയുന്നത്. ട്രൈസ് ടു ഹോൾഡ് ഹെഡ് സ്റ്റഡി അല്ലേ, കുട്ടി 2 to 5 മന്ത്സിൻ്റെ ഇടയിൽ കുട്ടിയുടെ ഹെഡ് സ്റ്റഡി ആയിട്ട് നിർത്താൻ, അത് നമ്മൾ പണ്ടൊക്കെ പറയുന്ന പോലെ കഴുത്തുറക്കുക എന്ന് പറയില്ലേ, സോ അതുപോലെ സ്റ്റഡി ആയിട്ട് ഹെഡ് നിലനിർത്താൻ വേണ്ടിയിട്ട് കുട്ടി ട്രൈ ചെയ്യുന്ന ഒരു പീരീഡാണ് 2 to 5 മന്ത്സ് കേട്ടോ. ട്രൈസ് ടു ഹോൾഡ് ഹെഡ് സ്റ്റഡി. ദ ബേബി ബിഗിൻസ് ടു ഗെയിൻ നെക്ക് കൺട്രോൾ ആൻഡ് അറ്റംപ്റ്റ്സ് ടു കീപ് ദ ഹെഡ് അപ്രൈറ്റ്. ഈ ഒരു സമയത്താണ് കുട്ടി നെക്ക് കൺട്രോളിൽ എത്താൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുന്നത്. കുട്ടി സ്വയം ട്രൈ ചെയ്യുകയാണ് അല്ലേ, നെക്ക് കൺട്രോൾ ഉണ്ടാക്കാനും അറ്റംപ്റ്റ്സ് ടു കീപ് ദ ഹെഡ് അപ്രൈറ്റ്, ഹെഡ് സ്ട്രെയിറ്റ് ആയിട്ട് നിർത്താനും കുട്ടി ട്രൈ ചെയ്യുന്ന ഒരു ഫേസാണിത്. സോ അടുത്തത് സിറ്റിംഗ് ആൻഡ് ക്രോളിംഗ് ആണ്. സിറ്റിംഗ് ആൻഡ് ക്രോളിംഗ് 5 months to 8 months ആ ഒരു സ്റ്റേജിലാണ് കുട്ടി ചെയ്യുന്നത്. ദ ഇൻഫാൻറ്റ് സ്റ്റാർട്ട്സ് ടു സിറ്റിംഗ് വിത്ത് സപ്പോർട്ട് ആൻഡ് ഗ്രാജുവലി ഡെവലപ്സ് ദ എബിലിറ്റി ടു
ക്രോൾ. ഈ ഒരു സമയത്ത് കുട്ടി എന്ത് ചെയ്യും, എങ്ങനെയെങ്കിലുമൊക്കെ പിടിച്ച് ഇരിക്കാൻ തുടങ്ങും. പിന്നെ ഇത് സപ്പോർട്ടോട് കൂടിയിട്ട് കുട്ടി മെല്ലെ മെല്ലെ ക്രോൾ ചെയ്യാൻ തുടങ്ങും, മുട്ടിലിഴയാൻ വേണ്ടിയിട്ട് തുടങ്ങും. സോ ആ ഒരു ഫേസാണ് ഈ ഒരു സിറ്റിംഗ് ആൻഡ് ക്രോളിങ് വിത്ത് സപ്പോർട്ട്. എന്തെങ്കിലും സപ്പോർട്ടോട് കൂടിയൊക്കെ കുട്ടി മുട്ടിലിഴയാനും അതുപോലെ ഇരിക്കാനൊക്കെ ട്രൈ ചെയ്യുന്ന ഒരു പീരീഡ്. ദെൻ 6th വൺ ഈസ് സ്റ്റാൻഡിങ് വിത്ത് സപ്പോർട്ട്. എന്തെങ്കിലും സപ്പോർട്ടോട് കൂടിയിട്ട് കുട്ടി നിൽക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു സ്റ്റേജാണ്. 8 months to 12 months വരെയാണ് കുട്ടി ഇതിനു വേണ്ടി ട്രൈ ചെയ്യുന്നത്. ദ ബേബി ക്യാൻ പുൾ അപ്പ് ടു സ്റ്റാൻഡ് വൈൽ ഹോൾഡിങ് ഓൺ ടു ഒബ്ജക്ട്സ് ഓർ സപ്പോർട്ട്. എന്തെങ്കിലും ഒബ്ജക്ട്സിൻ്റെ സഹായത്തോടോ അല്ലെങ്കിൽ എന്തെങ്കിലും സപ്പോർട്ടോടു കൂടിയോ കുട്ടി പിടിച്ച് നിൽക്കാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുന്നൊരു സ്റ്റേജാണ് ഈ ഒരു 6th സ്റ്റേജ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ 7th വൺ ഈസ് വാക്കിംഗ്. കുട്ടി വാക്കിങ്ങിന് വേണ്ടിയിട്ട് ട്രൈ ചെയ്യുന്ന ഒരു ടൈമാണ്. 11 to 14 monthsലാണ് കുട്ടി വാക്ക് ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യുന്നത്. ദ ചൈൽഡ് ബിഗിൻസ് ടേക്കിംഗ് ദെയർ ഫസ്റ്റ് ഇൻഡിപെൻഡൻറ്റ് സ്റ്റെപ്സ്. കുട്ടി ഒരു സമയത്താണ് അവൻ്റെ ആദ്യത്തെ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള സ്റ്റെപ്സ് വെക്കുന്നത്, സ്വന്തമായിട്ട് നടക്കാൻ വേണ്ടിയിട്ട് തുടങ്ങുന്നത് ഈ ഒരു 11 to 14 monthsൻ്റെ ഉള്ളിലാണ്. ഇറ്റ് ഡിപ്പെൻസ്. ഓക്കെ, ഫാസ്റ്റായിട്ട് ഡെവലപ്മെൻറ്റും ഗ്രോത്തും നടക്കുന്ന ആൾക്കാർക്ക് അതിലും ചിലപ്പോൾ നേരത്തെ ആവാം കേട്ടോ കുട്ടികൾക്ക്. അത് കുട്ടികളുടെ ഇൻഡിവിജ്വൽ ഡിഫറൻസസ് നമ്മൾ പഠിച്ചല്ലോ, അതിനെ ബേസ് ചെയ്തിരിക്കും. ഓക്കെ, അടുത്തതായിട്ട് ക്ലൈംബിങ് സ്റ്റെയർസ് വിത്ത് സപ്പോർട്ട്. എന്തെങ്കിലും സപ്പോർട്ടോട് കൂടിയൊക്കെ കുട്ടികൾ സ്റ്റെപ്സ് കയറുക അല്ലേ, ക്ലൈംബ് ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യുന്ന ഒരു പീരീഡാണ്. 13 months to 15 months ആണ്. കുട്ടി നോർമലി നടന്ന് തുടങ്ങിയില്ലേ, പിന്നെ അവർ കാണുന്നതിലെല്ലാം പിടിച്ച് ക്ലൈംബ് ചെയ്യാനുള്ള ഒരു ഹാബിറ്റ് അവർക്ക് തുടങ്ങും. സോ അത് നല്ലതാണ്, കുട്ടികൾക്ക് മോട്ടോർ ഡെവലപ്മെൻറ്റ്സ് ഇമ്പ്രൂവ് ആവും. സോ നമ്മളതിന് സപ്പോർട്ട് ചെയ്യാണ് വേണ്ടത്. ഓക്കെ, ദ ചൈൽഡ് ക്യാൻ ക്ലൈംബ് സ്റ്റെയർസ് ബൈ ഹോൾഡിങ് ഓൺ ടു എ റെയിൽ ഓർ സപ്പോർട്ട്. നമ്മൾ ഹാൻഡ് റെയിലിലും ഒക്കെ അല്ലെങ്കിൽ എന്തെങ്കിലും സപ്പോർട്ടോട് കൂടിയൊക്കെ എന്ത് ചെയ്യാണ്, കുട്ടികൾ കാണുന്ന സ്റ്റെപ്സും ഉയരങ്ങളിലൊക്കെ ക്ലൈംബ് ചെയ്ത് ചെയറിൻ്റെ മേലൊക്കെ ക്ലൈംബ് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുന്ന ഒരു സ്റ്റേജ്. അപ്പോൾ ഈ ഒരു സ്റ്റേജിൽ നമ്മുടെ സപ്പോർട്ട് അവർക്ക് വളരെയധികം അത്യാവശ്യമാണ്. നമ്മൾ കെയർ കൊടുക്കേണ്ട ഒരു സമയമാണ്. അവരെ ക്ലൈംബ് ചെയ്യാൻ സമ്മതിക്കുന്നതോടൊപ്പം അവരെ സേഫായിട്ട് വേണം നമ്മൾ അതിന് വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, മോട്ടോർ ഡെവലപ്മെൻറ്റ്സ് നടക്കുന്നത് കൊണ്ട് തന്നെ ക്ലൈംബിങ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റേജാണ് കുട്ടികളുടെ. ഓക്കെ, ദെൻ ഫൈനലി റണ്ണിങ്. കുട്ടികൾ എല്ലാം വിട്ട് ഓടാൻ തുടങ്ങും അല്ലേ. അവരുടെ ആ ഒരു സ്റ്റേജ് കംപ്ലീറ്റ് ആവുകയാണ് ഡെവലപ്മെൻറ്റിൻ്റെ. മീൻസ് അവർ സെൽഫ് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഓരോ സ്റ്റെപ്സും വെക്കാനും കാര്യങ്ങൾ ചെയ്യാനും തുടങ്ങുന്ന ഒരു സ്റ്റേജാണ് റണ്ണിങ്. 15 to 18 monthsലാണ് ഈ ഒരു സ്റ്റേജിലൂടെ അവർ കടന്നു പോകുന്നത്. ദ ചൈൽഡ്സ് മോട്ടോർ സ്കിൽസ് അഡ്വാൻസ്. സോ അവർ ക്ലൈംബൊക്കെ ചെയ്തതിന് ശേഷം അവരുടെ മോട്ടോർ സ്കിൽസ് അതല്ലെങ്കിൽ ലാർജ് ആൻഡ് ഫൈൻ മോട്ടോർ ഡെവലപ്മെൻറ്റ്സ് നടന്നു കഴിഞ്ഞു. സോ അപ്പോൾ അവർ റൺ ചെയ്യാൻ തുടങ്ങി അല്ലേ. അവരെ നമ്മൾ സപ്പോർട്ടോട് കൂടി ക്ലൈംബ് ചെയ്തു. അവർ ഓരോ സ്റ്റേജസ് പടിപടിയായി കടന്നിട്ട് ലാസ്റ്റ് അവർ റണ്ണിങ്ങിലെത്തുകയാണ്. സോ അവർ മോട്ടോർ സ്കിൽസ് അഡ്വാൻസ് ആയി, കൂടുതൽ എന്താണ് ഫൈൻ മോട്ടോറും ഗ്രോസ് മോട്ടോറും ഡെവലപ്മെൻറ്റ് അവർക്ക് നടന്നു കഴിഞ്ഞു. സോ അലോയിങ് ദം ടു സ്റ്റാർട്ട് റണ്ണിങ്. നമ്മൾ അവരെ ഓടാൻ വേണ്ടി അനുവദിക്കുക. അപ്പോൾ ഇത്രയുമാണ് മൈൽ സ്റ്റോൺസ് ഓഫ് ഡെവലപ്മെൻറ്റ്. ഒരു കുട്ടിയുടെ ജനനം മുതൽ അല്ലേ, ബർത്തിന് ശേഷം ഉണ്ടാവുന്ന അല്ലെങ്കിൽ കൺസീവ് ചെയ്തത് മുതലുള്ള അവരുടെ ഡെവലപ്മെൻറ്റ്സാണ് ഇപ്പോൾ ഈ ഒരു മൈൽ സ്റ്റോൺസ് ഓഫ് ഡെവലപ്മെൻറ്റ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. സോ ഇത്രയാണ് മൈൽ സ്റ്റോൺസ്. ഓക്കെ, ക്ലിയർ? അടുത്തതായിട്ട് നമ്മൾ ഈ ഓരോ മൈൽ സ്റ്റോൺസും ഡീറ്റെയിൽ ആയിട്ടാണ് പഠിക്കാൻ പോകുന്നത്. സോ അതിലാദ്യമായിട്ട് നമ്മൾ പഠിക്കുന്നത് ലൈഫാണ്. ഒരു കുട്ടിയുടെ ലൈഫ്, അതല്ലെങ്കിൽ കൺസീവ് ചെയ്തത് മുതൽ ഒരു കുട്ടിയുടെ ജനനം വരെ എങ്ങനെയാണ്, അത് ജനിച്ചു കഴിഞ്ഞിട്ട് എന്തൊക്കെയാണ് അതിൻ്റെ ഡെവലപ്മെൻറ്റ്സ് എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ലൈഫ് എന്താണെന്ന് നോക്കാം. ലൈഫ് ബിഗിൻസ് അറ്റ് കൺസെപ്ഷൻ വെൻ എ സ്പേം സെൽ ഫ്രം എ ഫാദർ ഫെർട്ടിലൈസേഴ്സ് with an egg from the mother to form a single cell called zygote. എങ്ങനെയാണ് ലൈഫ് സ്റ്റാർട്ട് ചെയ്യുന്നത്, ഒരു ലൈഫ് ബിഗിൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ കൺസെപ്ഷൻ വെൻ എ സ്പേം സെൽ ഫ്രം ദ ഫാദർ ഫെർട്ടിലൈസേഴ്സ് അല്ലേ. ഒരു ഫാദർ ഫെർട്ടിലൈസറുടെ ഒരു സ്പേം സെല്ല് വിത്ത് ആൻ എഗ് ഫ്രം ദ മദർ ഫെർട്ടിലൈസർ. ഫാദറിൻ്റെ ഒരു സ്പേം സെല്ലും മദർ ഫെർട്ടിലൈസറുടെ ഒരു എഗ് സെല്ലും കൂടെ എന്താവുകയാണ്, ഇൻറ്റഗ്രേറ്റ് ആവുകയാണ് അല്ലേ. എന്നിട്ട് എന്താണ് ഉണ്ടാകുന്നത്, ടു ഫോം എ സിംഗിൾ സെൽ കോൾഡ് സൈഗോട്ട്.
അത് രണ്ടും കൂടെ ഇൻറ്റഗ്രേറ്റഡ് ആയിട്ടുണ്ടാവുന്ന ഒരു സിംഗിൾ സെല്ലിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സൈഗോട്ട് എന്ന് പറയുന്നത്. സോ ദ ഫസ്റ്റ് സ്റ്റേജ് ഓഫ് എ ലൈഫ് എന്തായിരുന്നു, സൈഗോട്ടാണ് അല്ലേ. രണ്ടും കൂടെ ഇൻറ്റഗ്രേറ്റ് ചെയ്ത് അല്ലെങ്കിൽ ഒരു ഫാദർ സെല്ലും മദർ സെല്ലും കൂടെ കണക്ട് ചെയ്തും കൊണ്ടുണ്ടാവുന്ന ഒരു സിംഗിൾ സെല്ലാണ് എന്ത്, സൈഗോട്ട് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഒരു ബേബിയുടെ അതല്ലെങ്കിൽ ഒരു ലൈഫിൻ്റെ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അത് സൈഗോട്ടാണ്. ഓക്കെ, ദ സൈഗോട്ട് ഈസ് എ ഫെർട്ടിലൈസ്ഡ് സെൽ കണ്ടെയ്ൻസ് 46 ക്രോമസോംസ്. ഈ ഒരു സൈഗോട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, അതിൽ ഒരുപാട് സെൽ ഡിവിഷൻസ് ഉണ്ട് കേട്ടോ, ഒരുപാട് പാർട്ടിക്കിൾസ് ഉണ്ട്. പക്ഷേ അതൊരു ഫെർട്ടിലൈസ്ഡ് സെല്ലായിട്ട് മാറുമ്പോൾ അതിലെന്തുണ്ടെന്നാണ് പറയുന്നത്, 46 ക്രോമസോംസ്. അതിൽ 46 ക്രോമസോംസ് അടങ്ങിയിരിക്കുന്നു. ഓക്കെ, സോ അതിൽ 23 ഈച്ച് ആണ് കോൺട്രിബ്യൂഷൻ വരുന്നത്. 23 അല്ലെങ്കിൽ 23 ക്രോമസോംസ് മദർ കോൺട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ ദ സെയിം 23 ക്രോമസോംസ് ഫാദറും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. ദെൻ ഹൺഡ്രഡ്സ് ഓഫ് ഇൻവിസിബിൾ പാർട്ടിക്കിൾസ് കോൾഡ് ജീൻസ് ആർ ഫൗണ്ട് വിത്തിൻ ഈച്ച് ഓഫ് ദീസ് ത്രെഡ് ലൈക്ക് ബോഡീസ്. ഇത് നമ്മളൊരു ത്രെഡ് ലൈക്ക് ബോഡി ആയിട്ടാണ് കണക്കാക്കുന്നത്. നമ്മൾ DNA കാണുന്ന പോലെ ഒരു ത്രെഡ് ലൈക്ക് ഒരു കോമ്പോസിഷൻ. സോ അതിൽ പല കാര്യങ്ങളും, അതിൽ ഹൺഡ്രഡ്സ് ഓഫ് ഇൻവിസിബിൾ ആയിട്ടുള്ള സെൽസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. സോ അതിനെ നമ്മൾ ജീൻസ് എന്ന് പറയും അല്ലേ. അപ്പോൾ അത്തരം കാര്യങ്ങൾ ജീൻസാണ് അത് തീരുമാനിക്കുന്നത് അല്ലേ. നമ്മുടെ ഹെറിഡിറ്ററി ആയിട്ടുള്ള ട്രെയ്റ്റ്സ് ആണ് അതിനെ എന്ത് ചെയ്യുന്നത്, ക്യാരി ചെയ്യുന്നത്. സോ എന്താണ് പറയുന്നത്, ഈ ഒരു ജീൻസും കൂടെ ഇതിൽ സൈഗോട്ടിൽ ഈ ക്രോമസോംസ് കൂടാതെ ഉൾപ്പെട്ടിട്ടുണ്ട്. സോ ദീസ് ജീൻസ് കൺട്രോൾ ഹെറിഡിറ്ററി ട്രെയ്റ്റ്സ്. ഇതിനെ കൺട്രോൾ ചെയ്യുന്നത് എന്താണ്, ഹെറിഡിറ്ററിയിലെ പാരമ്പര്യമായിട്ടുള്ള ഘടകങ്ങളാണ്, ഹെറിഡിറ്ററി ട്രെയ്റ്റ്സ് ആണ്. ഈ ഒരു ത്രെഡ് ലൈക്ക് ബോഡി ലൈക്ക് ജീൻസ് അതല്ലെങ്കിൽ അതർ ഇൻവിസിബിൾ പാർട്ടിക്കിൾസ് കണ്ടെയ്ൻ ചെയ്യുന്നത് അതിനെ ഹെറിഡിറ്ററി ട്രെയ്റ്റ്സ് ആണ് കൺട്രോൾ ചെയ്യുന്നത്. ഓക്കെ, ദെൻ ദ മദർ കോൺട്രിബ്യൂട്ട്സ് 23 എക്സ് ക്രോമസോംസ്. എന്താണ് ഇതിലെ ഈ ഒരു 46 മദർ എന്താണ് ചെയ്യുന്നത്, മദർ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് 23 എക്സ് ക്രോമസോംസ് ആണ്. മുഴുവനായിട്ടും മദർ എക്സ് ക്രോമസോംസ് ആണ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. ദ സെയിം ടൈം ഫാദർ കോൺട്രിബ്യൂട്ട്സ് 22 എക്സ് ക്രോമസോംസ് ആൻഡ് 1 വൈ ക്രോമസോം, അതർവൈസ് 23 എക്സ് ക്രോമസോംസ്. ഫാദറിന് മാത്രമാണ് അതിൽ ഒരു വൈ ക്രോമസോം എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഫാദർ ഒന്നല്ലെങ്കിൽ 23 എക്സ് ക്രോമസോംസ് മദറിനെ പോലെ തന്നെ സെയിം 23 എക്സ് ക്രോമസോംസ് ആണ് എന്ത് ചെയ്യുന്നത്, കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. അതർവൈസ് അതല്ലാന്നുണ്ടെങ്കിൽ ഫാദറിന് 22 എക്സ് ക്രോമസോംസും 1 വൈ ക്രോമസോംസും കോൺട്രിബ്യൂട്ട് ചെയ്യാൻ സാധിക്കും. ഓക്കെ, ദ എക്സ് വൈ ക്രോമസോംസ് ഡിറ്റർമൈൻ ദ സെക്സ് ഓഫ് ദ ചൈൽഡ്. ഇതിൽ ഈ എക്സ് വൈ ക്രോമസോം അതായത് ഫാദറിൻ്റെ ഈ ഒരു എക്സ് വൈ ക്രോമസോമാണ് കുട്ടി ആൺകുട്ടിയാണോ അല്ലെങ്കിൽ പെൺകുട്ടിയാണോ, ദ സെക്സ് ഓഫ് ദ ചൈൽഡ് തീരുമാനിക്കാൻ സാധിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഫാദറും മദറും ഈച്ച് 23 എക്സ് ക്രോമസോംസ് ആണ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് എങ്കിൽ എന്താണ്, ദ ബേബി എന്തായിരിക്കും, അതൊരു ഫീമെയിൽ ബേബി ആയിരിക്കും. ഓക്കെ, ഇനി അതല്ല ഫാദർ 22 എക്സ് ക്രോമസോംസും 1 വൈ ക്രോമസോമുമാണ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതെങ്കിൽ ദ ബേബി എന്താണ് പറയുന്നത്, ഫാദറും മദറും ഈച്ച് 23 എക്സ് ക്രോമസോംസ് ആണ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതെങ്കിൽ ദ ബേബി വിൽ ബി എ ഫീമെയിൽ അല്ലെങ്കിൽ ഗേൾ ആയിരിക്കും. ഇനി ദ സെയിം ടൈം മദറിന് നമ്മൾ ഓൾറെഡി പറഞ്ഞു 23 എക്സ് ക്രോമസോംസ് മാത്രമേ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ സാധിക്കുള്ളൂ. ഇനി ഫാദർ ഒരു 21 വൈ ക്രോമസോമും അതുപോലെ 22 എക്സ് ക്രോമസോംസുമാണ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതെങ്കിൽ അതെന്തായിരിക്കും, ബേബി ഒരു മെയിലായിരിക്കും. ഓക്കെ, ബോയ് ബേബി ആയിരിക്കും. സോ അതാണ് നമുക്ക് ഈ ഒരു ലൈഫിൽ നമുക്ക് പഠിക്കാനുള്ളത്. സോ ഇത്രയും എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി ഇതിൻ്റെ കണ്ടിന്യൂവേഷൻ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ അല്ലെങ്കിൽ നെക്സ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇത്രയും എല്ലാവരും ക്ലാസ്സസ് വാച്ച് ചെയ്ത് മനസ്സിലാക്കി വെക്കുക. See you on the next class. Thank you. Have a nice day.